السلام عليكم ورحمة الله. ذاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ അബ്ദുൽ നാസർ സാഹിബ്, ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ മുസ്തഫ മദനി, എനിക്ക് ശേഷം മുഖ്യ പ്രഭാഷണം നിർവഹിക്കാനിരിക്കുന്ന ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് ഹാരിസ് ബിൻ സലീം, പ്രസിഡിയത്തിലുള്ള അബ്ദുൾ റഷീദ്, വലിയ സമ്മേളനം കേരള യൂത്ത് കോൺഫറൻസ് സംഘടിപ്പിക്കാനിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പ്രചാരണാർത്ഥം കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ, നഗരങ്ങളിൽ, പട്ടണങ്ങളിലെല്ലാം ബഹുമുഖങ്ങളായ പ്രോഗ്രാമുകൾ കൊണ്ട് സമ്പന്നമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളും ഇവിടെ ഒരുമിച്ചു ചേർന്നിരിക്കുന്നത്. തസ്ഫിയ ആദർശ സമ്മേളനം എന്നത് ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ധാരാളം സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം വൻതോതിൽ ആ പ്രോഗ്രാമിന് സ്വീകാര്യതയും ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് വെളിച്ചം കിട്ടാൻ കാരണമായ ഒരു പ്രോഗ്രാം കൂടിയാണിത്. ഇതുപോലെ തന്നെ ലിബറലിസം സർവനാശം എന്ന ടൈറ്റിൽ വെച്ചുകൊണ്ട് ജനകീയ വിചാരണ എന്ന പേരിൽ പട്ടണങ്ങൾ തോറും വലിയ പ്രോഗ്രാമുകൾ നടന്നു വരുന്നു. നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ പാലക്കാട് കോട്ടമൈതാനത്ത് വെച്ചുകൊണ്ടാണ് ആ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടത്. അതുപോലെ ലഹരി പോലുള്ള സാമൂഹ്യ ജീർണതകൾക്ക് എതിരെ ടോക്ക് ഷോകൾ ചെറിയ ചെറിയ അങ്ങാടികൾ തോറും ഇതിൻ്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പരിപാടികളിലൂടെ ഒരു പരിപാടിയാണ് ഈ തസ്ഫിയ ആദർശ സമ്മേളനം എന്നത്. അതുകൊണ്ട് ആദ്യമേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യുവതീ യുവാക്കളെയെല്ലാം ഫെബ്രുവരി 10, 11 തീയതികളിൽ ഇൻഷാ അല്ലാഹ് 10-ാം തീയതി 4:30 മണിക്കാണ് ആ പ്രോഗ്രാം ആരംഭിക്കുക. അന്ന് രാത്രി 9-9:30 വരെ ആ പ്രോഗ്രാം ഉണ്ടായിരിക്കും. പിന്നീട് തൊട്ടടുത്ത ദിവസം 11-ാം തീയതിയും ഇതുപോലെ വൈകിട്ട് ആരംഭിച്ച് രാത്രി ഒരു 10 മണിയോടുകൂടി അവസാനിക്കുന്ന പ്രോഗ്രാമാണ്. നമ്മൾ മലപ്പുറം എന്ന് പറയുന്ന പ്രദേശം അധികം ദൂരമുള്ള പ്രദേശമല്ല നമുക്ക്. അതുകൊണ്ട് ഈ 2 ദിവസങ്ങളിലും 2 സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് യുവതി യുവാക്കൾ അതിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറാകണം എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ ഒരു സംഘാടകരിൽ ഒരാൾ എന്ന നിലക്ക് നേരിട്ട് നിങ്ങളെല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കാനുള്ള ഈ ഒരു സന്ദർഭത്തെ ഞാൻ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്ന് ആളുകൾക്കിടയിൽ നിന്നെല്ലാം പൊതുവെ ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇനി എന്താണ് ചെയ്യുക? ഈ ഒരു ചോദ്യം പല മേഖലകളിൽ ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ആളുകൾ തമ്മിൽ ഒരുമിച്ച് കൂടിയാൽ സാധാരണയുള്ള ക്ഷേമൈശ്വര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം പിന്നെ അവർ പല കാര്യങ്ങളും സംസാരിക്കും. അവസാനം പിരിയുന്ന സമയത്ത് പറയാറുള്ളത് ഇനി എന്താ ഇപ്പം ചെയ്യാന്നാണ്. അതൊരാൾ ചോദിക്കുമ്പോൾ മറ്റേയാളെ മറുപടിയും അതന്നെയാണ്, എന്താ ഇപ്പം ഇനി ചെയ്യുക നമ്മൾ. ഈ 2 സംസാരിച്ചു കൊണ്ടാണ് പലപ്പോഴും ആളുകൾ പിരിഞ്ഞു പോകാറുള്ളത്. അത് കുടുംബങ്ങൾക്കകത്ത് കൂടിയാലും അങ്ങനെ തന്നെയാണ്. കുടുംബരംഗത്തെ വിഷയങ്ങൾ അപഗ്രഥിച്ചാലും ഈ വർത്തമാനത്തിലാണ് അവസാനം എത്തിച്ചേരുന്നത്. അത് സമൂഹത്തിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ രാജ്യത്തേക്ക് വികസിച്ചു വന്നാലും അങ്ങനെ തന്നെയാണ്. ഏത് വിഷയം ഇന്ന് നമ്മൾ എടുത്ത് ചർച്ച ചെയ്താലും അവസാനം ഒരു നിരാശയുടെ, നിസ്സംഗതയുടെ, ഒരു ഉത്തരമില്ലാത്ത, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ കടന്നു പോകുന്ന അനവധി കാരണങ്ങൾ നമുക്ക് ചുറ്റും ഇന്ന് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. വ്യക്തികളുടെ സ്വകാര്യ ദുഃഖങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആളുകൾ നല്ല വീട്ടിൽ താമസിക്കുന്നു, നല്ല വാഹനം ഉപയോഗിക്കുന്നു, വില കൂടിയ മൊബൈൽ ഉപയോഗിക്കുന്നു, അവർ നല്ല ഡ്രസ്സ് എടുത്തുകൊണ്ട് നമ്മൾക്കിടയിലൂടെ നടന്നു പോകുന്നു.
ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ നമുക്ക് തോന്നും അയാൾ വലിയ സമാധാനത്തിലും സൗകര്യത്തിലുമാണ് ജീവിക്കുന്നത്, അയാളെപ്പോലെ എന്നെയും ആക്കിയില്ലല്ലോ, അയാൾക്കുള്ളതുപോലെ ഒരു വീട് എനിക്കുണ്ടായില്ലല്ലോ, അയാൾ ഉപയോഗിക്കുന്നൊരു വാഹനത്തെ പോലെ ഒരു വാഹനം എനിക്കുണ്ടായില്ലല്ലോ എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും. എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പള്ളിയിൽ വെച്ചോ ഒരു കല്യാണപ്പന്തലിൽ വെച്ചോ ആ മാന്യദേഹവുമായി ഒന്ന് സംസാരിക്കേണ്ട സന്ദർഭം വന്നാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിഷയത്തിലേക്ക് കൂടി അല്പം കടന്നുകൊണ്ട് സംസാരിച്ചാൽ അപ്പോഴാണ് നമ്മൾ അറിയുക അഗ്നിപർവ്വത സമാനമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന്. അത് കേൾക്കുമ്പോഴാണ് നമുക്കറിയുക, എന്നാൽ അദ്ദേഹത്തെക്കാളൊക്കെ എത്രയോ സമാധാനത്തോടു കൂടിയാണല്ലോ അൽഹംദുലില്ലാ ഞാൻ ജീവിക്കുന്നത് എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. ആളുകൾ ഇസ്തിരിയിട്ട് നടക്കുന്നത് പോലെയല്ല പലരുടെയും അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ആഴവും പരപ്പും എന്നതിന് ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത്, പള്ളിയിൽ നിന്ന് വന്ന് കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്ന സമയത്ത് രണ്ടാളുകൾ വീടിന് മുമ്പിലുണ്ട്. അത്രയും നേരത്തെ അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർക്ക് പറയാനുള്ള സങ്കടം എന്താണ്? എനിക്ക് മുൻപ് പരിചയമില്ലാത്ത ആളുകളാണ് അവർ. പക്ഷെ അവർക്ക് പങ്കുവെക്കാനുള്ള വിഷയം, വലിയ ഉന്നതമായ അവസ്ഥയിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്, നല്ല വരുമാനം എനിക്കുണ്ടായിരുന്നു, എന്നാൽ അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ ബിസിനസ്സിൽ വലിയ പ്രയാസങ്ങൾ വന്നു. എൻ്റെ മക്കൾ വിദേശത്ത് ഇന്ത്യക്ക് പുറത്താണ് പഠിക്കുന്നത്. 2 പേർക്ക് മെഡിസിന് പഠിപ്പിക്കാൻ തന്നെ ലക്ഷങ്ങൾ എനിക്ക് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ വീട് വിറ്റിരിക്കുന്നുവെന്നാണ്. പിന്നെ മറ്റൊരു വീടുണ്ട്, ആ വീടിൽ ലോൺ എടുത്തിരിക്കുന്നുവെന്നാണ്. ആ ലോണും ഇപ്പോൾ അടച്ചില്ല എങ്കിൽ മറ്റന്നാൾ എൻ്റെ വീട് ജപ്തി ചെയ്യാൻ വരും. 14 ലക്ഷം രൂപ മിനിമം എനിക്കിപ്പോൾ കിട്ടിയാലേ പറ്റൂ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഓരോ മനുഷ്യന്മാരുടെ മാനസികാവസ്ഥ. ഇങ്ങനെ സാമ്പത്തികമായും സാംസ്കാരികമായും ഒട്ടനവധി പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് ആളുകൾ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ ഒരു കണക്ക് പ്രകാരം നമ്മുടെ കേരളത്തിൽ ഇന്ന് ഡിപ്രഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതാണ്, വിഷാദ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതാണ്, മാനസിക പിരിമുറുക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ആത്മഹത്യയുടെ സ്ഥാനത്ത് 4-ാം സ്ഥാനം നമ്മുടെ കേരളത്തിനുണ്ടായിരിക്കുന്നത്. മലയാളി നന്നായി വിവരമുള്ളയാളാണ്, പക്ഷെ ആ വിവരമൊന്നും തന്നെ ജീവിതത്തിലെ പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ അവൻ്റെ നേർക്ക് ഫണം വിടർത്തി ഉയർന്നു വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ അവൻ തളർന്നു പോവുകയാണ്. വേഗം ഒരു മുളം കയറിൽ അവൻ ജീവനൊടുക്കുന്ന സാഹചര്യം ഇന്ന് വർദ്ധിച്ചു വരുന്നു എന്നത് മാത്രമല്ല, സ്വയം മരിക്കുകയല്ല, സ്വന്തം പിഞ്ചോമന മക്കളെ 2-3 മക്കൾക്ക് ഐസ്ക്രീമിൽ വിഷം ചാലിച്ചു കൊടുത്ത് അവരെ കൊന്ന ശേഷം ഭാര്യയെയും കൊന്ന് പിന്നീട് കെട്ടിത്തൂങ്ങി മരിക്കുന്ന കുടുംബനാഥന്മാരുടെ കുടുംബം ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേരളത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സ്നേഹം കൊണ്ടാണെന്നാണ് പറയുന്നത്. കുടുംബനാഥന്മാർക്ക് തൻ്റെ കുടുംബത്തോട് തൻ്റെ കുട്ടികളോട് ഉള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ് അത്രേ അവരെ കൊല്ലുന്നത്. എന്താണ് ആ സ്നേഹം? ലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കടമാണ്, ലോണാണ്, പ്രയാസമാണ്. അതുകൊണ്ട് എനിക്കതടക്കാൻ കഴിയുന്നില്ല, ഞാൻ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഈ ഭാരം മുഴുവൻ എൻ്റെ ഭാര്യയുടെ തലയിൽ വരും, ഈ കുട്ടികളുടെ തലയിൽ വരും. അപ്പോൾ അത് അവർക്ക് ഏറ്റാൻ കഴിയില്ല, അതവരെ പ്രയാസപ്പെടുത്തലാണ്, അവരും ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഏറ്റവും പരിഹാരം എന്താ? അവരെയും കൊല്ലുക എന്നതാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെ ആളുകൾ ഇന്ന് വളരെ സെൻസിറ്റീവായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോവിഡാനന്തരമുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ വൈകാരികമായി ആളുകൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. അതിക്രൂരമായ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആരും വിചാരിക്കാത്ത രീതിയിലുള്ള വിചിത്രമായ സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നിരന്തരമായി കാണുന്ന കുട്ടികളിൽ പോലും
വലിയ ട്രോമ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മുതിർന്ന ആളുകൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ കുട്ടികളും അതുപോലെ പിന്തുടരുന്നതിൻ്റെ കാഴ്ചകളാണ്. ചെറിയ ചെറിയ കാരണത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന പ്രവണതകൾ ഇന്ന് വർദ്ധിച്ചു വരുന്നുവെന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ കഴിഞ്ഞ 2-3 വർഷത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ 30 ലക്ഷം കോടിയാണ് കടമായി വർദ്ധിച്ചിട്ടുള്ളത്. അത് ഓരോ ആളുകൾക്കും വിഭജിച്ചാൽ ഓരോരുത്തരുടെയും തലയിൽ എത്ര കടമുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ലഹരിയും അങ്ങനെ തന്നെയാണ്. ഏഷ്യയിൽ തന്നെ, ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി വിപണനം നടക്കുന്നത് ഇന്ത്യ രാജ്യത്താണെന്ന് പറയുമ്പോൾ, ആ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളമുണ്ട് എന്ന് പറയുമ്പോൾ, നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർ, മക്കൾ എത്രത്തോളം ഈ സിന്തറ്റിക് ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നുവെന്നതിന് ഞാൻ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തേണ്ടതില്ല. വലിയ വിദഗ്ധന്മാരെല്ലാം പറയുന്നത്, ഡോക്ടർമാരെല്ലാം നിരീക്ഷിക്കുന്നത്, സമീപ ഭാവിയിൽ തന്നെ കേരളത്തിലെ ഓരോ വീടുകളിലും മയക്കുമരുന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ, സിന്തറ്റിക് ലഹരി ഉപയോഗിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ വിഭ്രാന്തി കാണിക്കുന്ന, ഡിപ്രഷൻ കാണിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകുമെന്നാണ്. ഓരോ വീട്ടിലും ഒരാളെങ്കിലും ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നാണ്. ഡി അഡിക്ഷൻ സെന്ററുകൾ, ഇപ്പോൾ നമുക്ക് എത്രമാത്രം ഹോസ്പിറ്റലുകളുണ്ട്. ഇതുപോലെ ഡി അഡിക്ഷൻ സെന്ററുകളുടെ എണ്ണവും ഉയർത്തിക്കൊണ്ടുവരേണ്ടി വരും എന്നുള്ള നിരീക്ഷണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷം നമുക്ക് ചുറ്റും ഉണ്ട്. കുടുംബരംഗത്തിലേക്ക് കടന്നു വന്നാൽ കുടുംബ സമവാക്യങ്ങൾ ഇന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ ഇന്ന് നേരത്തെയുള്ള കാഴ്ചപ്പാടുകളല്ല. ആണ് പെണ്ണിനെ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കുക എന്നതാണ് ഹെറ്ററോനോർമേറ്റിവിറ്റി എന്ന് പറയുന്ന, എതിർവർഗ സ്വാഭാവിക ബോധം എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ നിലനിൽക്കുന്നത്. എന്നാൽ ആ രീതി മാറ്റി ഹെറ്ററോനോർമേറ്റിവിറ്റിക്ക് പകരം ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് നമ്മുടെ കുടുംബ വ്യവസ്ഥയെ തന്നെ മാറ്റിപ്പണിയുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ പരിശ്രമങ്ങൾ മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെൺകുട്ടികളിൽ അതൊരു പരിധിവരെ ഏശുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പെൺകുട്ടികളോട് വിവാഹത്തിൻ്റെ സമയമായാൽ നീ വിവാഹം കഴിക്കുന്നില്ലേ, നിനക്ക് നല്ല ഒരു ബന്ധം വരുന്നുണ്ട് എന്ന് വാപ്പ വിളിച്ചു പറഞ്ഞാൽ, ഉമ്മ വിളിച്ചു പറഞ്ഞാൽ, എനിക്ക് സമയമായിട്ടില്ല, ഈ കോഴ്സ് കഴിയട്ടെ, ഡിഗ്രി കഴിയട്ടെ, PG കഴിയട്ടെ എന്ന് പറഞ്ഞ് കുട്ടികൾ മുന്നോട്ട് പോകുന്നത് യാദൃച്ഛികമല്ല. അത് വളരെ ബോധപൂർവം നമ്മുടെ പെൺകുട്ടികളിൽ ഇന്ന് കുത്തിവെച്ചിരിക്കുന്ന ഒരു വിഷത്തിൻ്റെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവസാനം അവർ പറയും, എനിക്ക് വിവാഹം തന്നെ വേണ്ട എന്ന്. ചില പെൺകുട്ടികൾ പറയുന്നത്, ഒരാണിനെ കല്യാണം കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുവരെ പറയുന്ന സാഹചര്യങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്നുവെന്ന് മാത്രമല്ല, പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുകയും കുടുംബം അതിന് എതിര് നിന്നപ്പോൾ ഹൈക്കോടതിയിൽ പോയി അതിന് അനുകൂലമായി വിധി വാങ്ങി ഇന്നും കേരളത്തിൻ്റെ മുന്നിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന 1-ലധികം പെൺകുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ, എന്തൊക്കെയോ അടിയൊഴുക്കുകൾ നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ അടിത്തറകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ഇനിയും നമ്മൾ വിസ്മരിച്ചുകൂടാ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മൈ ബോഡി മൈ റൈറ്റ്സ് എന്നാണ് യുവാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ മദ്യം കഴിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, പോൺ സൈറ്റുകൾ കാണരുത്, വൃത്തികേടുകൾ അഭിരമിക്കരുത്, അത് ഇന്ന പ്രശ്നങ്ങൾ നിനക്കുണ്ടാക്കും, നിന്റെ കരളിന് കുഴപ്പമുണ്ടാകും, നിന്റെ ലിവറിന് പ്രശ്നമുണ്ടാകും എന്നൊക്കെ ഉപദേശിച്ചു കൊടുത്താൽ അവർ തിരിച്ചു പറയുന്നത്, മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റൈറ്റ്സ്. ഇത്തരം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ലഹരി സാധനങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നു, നിനക്ക് വലിയ ഡാമേജ് നിൻ്റെ ശരീരത്തിന് ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ അവരതിന് പറയുന്ന മറുപടി, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. നിങ്ങൾ എന്തിനാണത് ചോദ്യം ചെയ്യേണ്ടത്? ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഇനി മറ്റൊരു ജീവിതമില്ല. അതുകൊണ്ട് ജീവിക്കുന്ന അത്രയും ഞാൻ പരമാവധി അടിച്ചു പൊളിക്കുകയാണ്. ആ അവസ്ഥയിൽ എൻ്റെ ലിവർ നഷ്ടപ്പെടുകയാണെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ, എൻ്റെ തലച്ചോറിന് പ്രശ്നം വരികയാണെങ്കിൽ വന്നോട്ടെ. അതെൻ്റെ ശരീരം, എൻ്റെ അവകാശമാണ്, എൻ്റെ ചോയ്സാണ്.
എന്ന തിരിച്ചുള്ള ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഈ ചോദ്യവും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ഇതും പുതിയ തലമുറയിൽ, ന്യൂ ജനറേഷനിൽ വളരെ ബോധപൂർവം കുത്തിവെക്കുന്ന ചില ആശയങ്ങളാണ്. ഇതിനെല്ലാമുള്ള അംബ്രല്ലയുടെ പേരാണ് ലിബറലിസം എന്ന് പറയുന്നത്. ആ ലിബറലിസം എന്ന് നമ്മുടെ ന്യൂ ജനറേഷനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ മാറ്റമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം മൂല്യമാണ് എന്ന് കണ്ടിരുന്ന, നന്മയാണ് എന്ന് വിവക്ഷിച്ചിരുന്ന, ധർമ്മമാണ് എന്ന് വിശദീകരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അധർമ്മമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, അസത്യമായി പുനരാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സത്യാനന്തര കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലഘട്ടത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ യാഥാർത്ഥ്യത്തെ അയാഥാർത്ഥ്യമായി മനസ്സിലാക്കുന്നു, സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും പുനരാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വരെ അതിന് അനുകൂലമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുവെന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ അടുത്ത് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഭാഷാ നിഘണ്ടു പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ പല കാര്യങ്ങളും ഇതുവരെ ഉപയോഗിച്ചിരുന്ന ചില പദാവലികൾ ഇനി ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് കോടതി വ്യവഹാരങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിൽ ചില വാക്കുകളൊക്കെ ശരിയാണ്, കോടതി പറഞ്ഞത് പ്രകാരം ചെയ്യേണ്ടതാണ്. എന്നാൽ അതിൽ ഇത്രയും കാലം നമ്മൾ മൂല്യമായി കണ്ടിരുന്ന, ധർമ്മമായി കണ്ടിരുന്ന, സദാചാരമായി കണ്ടിരുന്ന പല കാര്യങ്ങളെയും അതിൻ്റെ സാഹചര്യം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ പ്രയോഗിച്ചത് കാണാം. അതിലൊന്നാണ് വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയം. നമ്മുടെ നാട്ടിലിപ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ അത് രണ്ടാളുകൾ തമ്മിൽ കുടുംബസമേതം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് വിവാഹത്തിലൂടെ അവർ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനാണ് നമ്മൾ വിവാഹ ജീവിതം എന്ന് പറയുക. എന്നാൽ അതൊന്നുമില്ലാതെ മറ്റൊരു അവിഹിതമായ രീതിയിലാണ് എങ്കിൽ അതിന് വ്യഭിചാരമെന്നാണ് നിരാക്ഷേപമായി നമ്മുടെ നാട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നത്. അതൊരു പാപമാണ് എന്നാണ്, അതൊരു കുറ്റമാണ് എന്നാണ്. വിവാഹ ജീവിതം പരിശുദ്ധമാണ് എങ്കിൽ വിവാഹം കഴിക്കാതെയുള്ള വ്യഭിചാരം അത് കുറ്റമാണ്, പാപമാണ് എന്ന് ധാർമ്മികമായ എല്ലാ അർത്ഥത്തിലും നമ്മൾ വിശദീകരിച്ചു വരാറുണ്ട്. എന്നാൽ ഇനി പറയുന്നത് ആ വ്യഭിചാരം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, വിവാഹേതര ബന്ധം എന്നേ പറയാൻ പാടുള്ളൂ എന്നാണ്. അവിശുദ്ധ ബന്ധം എന്ന് പ്രയോഗിക്കാൻ പാടില്ല, വിവാഹേതര ബന്ധം അഥവാ വിവാഹബന്ധം പോലെ തന്നെ പരിശുദ്ധമാണ് വിവാഹേതര ബന്ധവും ലിവിങ് ടുഗദറും എന്ന ആഖ്യാനത്തിലേക്കാണ് അവിടെ നിന്നുവരെയുള്ള നിർദ്ദേശങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഒരു സാമൂഹിക ഘടന തന്നെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമാ സംവിധായകൻ ഈ അടുത്ത് മരണപ്പെടുകയുണ്ടായി. ആ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി എടുക്കുന്ന സമയം കുറച്ച് നീട്ടി. അതിന് കാരണം പറഞ്ഞത് എന്താ? അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഭാര്യയും മകനുമുണ്ട്. അവർ ഉന്നതമായ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ 8 വർഷമായി അദ്ദേഹം ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് കഴിയുന്നത്, ഒരു വൃദ്ധസദനത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ തൻ്റെ അച്ഛനെ ഒരു വൃദ്ധസദനത്തിലാക്കിക്കൊണ്ട് അവരുടെ ഭാര്യയും മക്കളും ചെന്നൈയിൽ സുഖകരമായി താമസിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് ചർച്ചയായി കേരളത്തിൽ, ഇത് ശരിയാണോ എന്ന്. അവസാനം ചർച്ച വൈൻഡപ്പ് ചെയ്തത് എങ്ങനെയാണെന്നോ, ഇനി മക്കളെയൊന്നും കാത്തു നിൽക്കണ്ട, ഇനി എല്ലാ സ്ഥലത്തും ഓൾഡ് ഏജ് ഹോമുകൾ തുടങ്ങാം, പ്രായമായവരൊക്കെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മടങ്ങുക, മക്കൾക്ക് ഒരിക്കലും മാതാപിതാക്കളെ നോക്കേണ്ട ബാധ്യത തന്നെ ഇല്ല എന്നാണ്. ഇത് മുസ്ലിം ഹാൻഡിലുകളിൽ നിന്ന് പോലും വന്നു. മക്കളോടൊക്കെ പോയി പണി നോക്കാൻ പറയണം എന്ന് പറയുന്ന നിരീക്ഷണങ്ങൾ വന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, സാമൂഹിക ഘടന തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വിദ്യാഭ്യാസ രംഗത്തോ കുട്ടികളെ ഗുണദോഷിക്കാൻ പാടില്ലാത്ത ഒരു സമയം. കുട്ടികൾ എന്ത് ചെയ്താലും അവരെ ഉപദേശിച്ചാൽ, അവരെ ഒന്ന് ശിക്ഷിച്ചാൽ ആ അധ്യാപകൻ കുറ്റക്കാരനായി വിവക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയുള്ള ഒരു സാമൂഹിക ഘടന നമ്മുടെ നാട്ടിലുണ്ട്. ഇത് പരസ്പരം ചർച്ച ചെയ്തിട്ട് അവസാനം നമ്മൾ എന്താ പറയുക, എന്താ ഇപ്പം ചെയ്യുക, പുതിയ കാലല്ലേ, നമ്മളെന്നും ചെറുപ്പകാലല്ല, കാലമൊക്കെ മാറി, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നിന്ന് കൊടുക്കുന്നല്ല, അതെന്താ ചെയ്യുക. ഇതാണ് ഞാൻ പറയുന്നത്, എന്താ ചെയ്യുക എന്നുള്ള ഒരു നിരാശയുടെ വർത്തമാനമാണ് അവസാനം എല്ലാവർക്കും പറയാനുള്ളത്. ഇവിടെയാണ് യുവത്വം നിർവചിക്കപ്പെടുന്നുവെന്ന സമകാലികമായ ഈ ഒരു പ്രമേയത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ നമ്മൾ മാറ്റണം, ഈ സോഫ്റ്റ്വെയറും ഈ ചിന്താഗതിയും മാറ്റണം. അതങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയില്ല.
അതിന് ഇതുപോലെയുള്ള ഓരോ ഗ്രാമപ്രദേശങ്ങളിലേക്കും കടന്നു വരണം, ഓരോ വീടകങ്ങളിലേക്കും ചെന്ന് കയറണം. എന്നിട്ട് അതിന്റെ യഥാർത്ഥ വശം സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തുന്നതിന്റെ വഴിയാണ് യുവത്വം നിർവചിക്കപ്പെടുന്നുവെന്ന ഏറ്റവും കാലികമായ ഈ പ്രമേയം ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം വിശദീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, കൈമലർത്തേണ്ടവരല്ല നമ്മൾ, നമുക്ക് പലതും ചെയ്യാനുണ്ട്. അതെന്താണെന്നോ, ഇതിന് പരിഹാരം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കലാണ്. അത് മനസ്സിലാക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിനുള്ള പരിഹാരം മനുഷ്യനിർമ്മിത പരിഹാരങ്ങളല്ല. ഇപ്പൊ നമ്മളെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുകളുണ്ട്. ആ മൊബൈൽ ഫോൺ കേട് വന്നാൽ നമ്മൾ എങ്ങനെയാ നന്നാക്കുക? ആ മൊബൈൽ ഫോണിന്റെ മാനുഫാക്ചേഴ്സ് ആരാണോ അവരൊരു പുസ്തകം തന്നിട്ടുണ്ട്, ഒരു കാറ്റലോഗ് തന്നിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ടാണ് ആ മൊബൈൽ ഫോൺ നമ്മൾ നന്നാക്കുക. ഇതുപോലെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ട വസ്തുവല്ല, അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്, അവനൊരു സ്രഷ്ടാവുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ കേടുവന്നാൽ, അവൻ വ്യഭിചാരിയായാൽ, അവൻ മദ്യപാനിയായാൽ, അവൻ വർഗീയവാദിയായാൽ, അവർ അന്ധവിശ്വാസികളായാൽ, അവനിൽ ശിർക്ക് വന്നാൽ, അവനിൽ ബിദ്അത്തുകൾ വന്നാൽ, അവൻ തെറ്റുകളിലേക്ക് പോയാൽ, അവനെ നന്നാക്കിയെടുക്കുവാൻ അവന്റെ സ്രഷ്ടാവിന്റെ ആ മാർഗനിർദ്ദേശം തന്നെ സ്വീകരിക്കുമ്പോൾ മാത്രമേ മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ആ മാർഗനിർദ്ദേശത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നുള്ള ഈ മാർഗ്ഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, ഫമൻ തബിഅ ഹുദാ, ആ മാർഗ്ഗദർശനം ആര് സ്വീകരിക്കുന്നുവോ, ഫലാ ഖൗഫുൻ, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരിക്കലും ദുഃഖിക്കുകയും ചെയ്യേണ്ടതില്ല എന്നാണ്. അപ്പൊ മനുഷ്യൻ നന്നാവാൻ മനുഷ്യന്റെ സ്രഷ്ടാവായ അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് വഴി. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്കാണ് വിശുദ്ധ ഖുർആൻ മാർഗം കാണിച്ചു കൊടുക്കുന്നത് എന്നാണ്. മനുഷ്യ ബുദ്ധിക്ക് വിധേയമായിക്കൊണ്ട് ഇവിടെ എന്തൊക്കെ പരിഹാരങ്ങൾ മനുഷ്യൻ കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ തകർന്നടിഞ്ഞ ചരിത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഞാൻ അധികം ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ കാര്യം പറയാം. നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ചൈന ഇന്ന് കരയുകയാണ്. കരയുന്നത് ആരെങ്കിലുമല്ല, ആ രാജ്യത്തെ നയിക്കുന്ന അതിൻ്റെ രാഷ്ട്രനായകന്മാരാണ് കരയുന്നത്. റഷ്യ കരയുകയാണ്, ജപ്പാൻ കരയുകയാണ്. എന്തിൻ്റെ പേരിലാണ് കരയുന്നത്? മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നടപ്പാക്കിയ ഒരു പരിഷ്കരണത്തിൽ അവർ ദുഃഖത്താൽ തലതാഴ്ത്തുകയാണ്, വിങ്ങിപ്പൊട്ടി പത്രസമ്മേളനം നടത്തുകയാണ്. എന്താണ് അവർക്ക് സംഭവിച്ച പ്രശ്നം? അവർ നിരീക്ഷിച്ചു, രാജ്യത്ത് പട്ടിണിയില്ലാതിരിക്കണമെങ്കിൽ, രാജ്യത്ത് വിഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ജനസംഖ്യ നിയന്ത്രിക്കണം, ആളുകൾ പെരുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് അവർ കണ്ടെത്തിയത്. അത് മാൽത്തൂസിയൻ തിയറിയാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മാൽത്തൂസിയൻ കൊണ്ടുവന്ന തിയറിയാണ്, ആളുകൾ പെരുകാൻ പാടില്ല എന്നത്. എന്നാൽ ഇസ്ലാം നേരത്തെ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ കുട്ടികളെ കൊല്ലാൻ പാടില്ല. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുപോകരുത് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിലൂടെ കേട്ട വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? ഒരു കുഞ്ഞ് ഈ ഭൂമുഖത്തേക്ക് ജനിച്ചു വരുമ്പോ അവന് വെറും വായ കഴിക്കാനുള്ള വായ മാത്രമല്ല, അവൻ അധ്വാനിക്കാനുള്ള 2 കൈയുണ്ട്, അവന് കാലുണ്ട്, അവന് കണ്ണുണ്ട്, അവന് മസ്തിഷ്കമുണ്ട്. സൂപ്പർ കമ്പ്യൂട്ടറുകളെ പോലും വെല്ലുന്ന മസ്തിഷ്കവുമായിട്ടാണ് ഓരോ കുഞ്ഞും ജന്മമെടുക്കുന്നത്. അവരുടെ വിഭവശേഷിയെയാണ് നാം പ്രയോജനപ്പെടുത്തേണ്ടത്. ഒരു രാജ്യം മുന്നോട്ട് കുതിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ വിഭവശേഷിയെ, മാൻ പവറിനെ നന്നായി പ്രയോജനപ്പെടുത്തുന്നിടത്ത് ഭരണാധികാരികൾ വിജയിക്കുകയാണ് വേണ്ടത് എന്ന ദീർഘവീക്ഷണമുള്ള കാര്യം ഇസ്ലാം മുന്നോട്ട് വെച്ചപ്പോ അത് പ്രാകൃത മതമാണെന്ന് പറഞ്ഞു, അത് തെറ്റായ വീക്ഷണമാണെന്ന് പറഞ്ഞു. ഇങ്ങ് കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ച് പറയാൻ വേണ്ടി ചില ആളുകൾ പറഞ്ഞത്, മുസ്ലിം ജനവിഭാഗം പന്നികൾ പ്രസവിച്ചു കൂട്ടുന്നത് പോലെ പ്രസവിച്ചു കൂട്ടുന്നവരാണ് എന്ന് വരെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എന്നാൽ നിങ്ങൾക്കറിയോ, ആ നിയമം നടപ്പാക്കിയ രാജ്യങ്ങളാണ് നമ്മുടെ തൊട്ടടുത്തുള്ളത്. ആദ്യം 3 കുട്ടികളെന്ന് പറഞ്ഞു, പിന്നെ 2 മതി എന്ന് പറഞ്ഞു, പിന്നെ 1 കുട്ടി നിർബന്ധമാക്കി. 1 കുട്ടിയിലധികം ഉണ്ടായാൽ ഗവൺമെന്റിന് ഒരു ആനുകൂല്യവും കിട്ടില്ലെന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? കട്ട് ഷോട്ട് ചെയ്തു, എണ്ണം കുറഞ്ഞു.
ഇപ്പോൾ അനുപാതം തെറ്റി. അവിടെ വൃദ്ധരുടെ എണ്ണം കൂടി, ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു. വൃദ്ധരെ നോക്കാൻ ആളില്ല, കമ്പനിയിൽ ജോലി ചെയ്യാൻ ആളില്ല, കുട്ടികളില്ല. ഇപ്പൊ അവര് കടന്നു വന്ന് പറയാണ്, ഒരു സ്ത്രീ മിനിമം 8 കുട്ടിയെങ്കിലും പ്രസവിക്കണം. അതിന്റെ ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്. ഇത് ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയോ? മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിക്കകത്ത് നിന്നുകൊണ്ടുണ്ടാക്കുന്ന എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടോ അത് തകർന്നടിഞ്ഞ ചരിത്രം മാത്രമേ ലോകത്തുള്ളൂ. ഇതുപോലെ 100 അനുഭവങ്ങൾ നമുക്ക് റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് പറയാൻ കഴിയും. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. മനുഷ്യന് കേട് വന്നാൽ, അവൻ ആത്മീയമാകട്ടെ, അവന്റെ മറ്റു മേഖലകളിലാകട്ടെ, അവന് പ്രശ്നങ്ങൾ വന്നാൽ അത് പരിരക്ഷിക്കാൻ അവന്റെ സ്രഷ്ടാവിന്റെ മാർഗനിർദ്ദേശകമായ വിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വരികയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പരിഹാരം? 2 പരിഹാരമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പടച്ച തമ്പുരാനുണ്ട്. അവനെ നിങ്ങൾ അംഗീകരിക്കണം, വിശ്വസിക്കണം. അത് അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത്. ഇന്ന് CCTV ക്യാമറകളാണ് അച്ചടക്കത്തിന് വേണ്ടി ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സൂപ്പർ മാർക്കറ്റുകളിലും റോഡുകളിലും ഓഫീസുകളിലുമെല്ലാം അച്ചടക്കമുണ്ടാകാൻ വേണ്ടി CCTV ക്യാമറയാണ് ആധുനിക മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ അത് ഒരുപാട് പരിമിതികളുള്ളതാണ്. ആ പരിമിതികളൊന്നുമില്ലാത്ത, ആകാശത്താകട്ടെ ഭൂമിയിലാകട്ടെ, സിറ്റ് ഔട്ടിലാകട്ടെ ബെഡ്റൂമിലാകട്ടെ, സ്വദേശത്താകട്ടെ വിദേശത്താകട്ടെ, രാത്രിയാകട്ടെ പകലാകട്ടെ, എവിടെയാണെങ്കിലും സദാസമയവും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പടച്ച തമ്പുരാനുണ്ട് എന്ന ബോധം മനുഷ്യ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ ആ മനുഷ്യൻ അച്ചടക്കമുള്ളവനാകും. അവന് വ്യഭിചരിക്കാൻ കഴിയില്ല, അവന് അഴിമതി കാണിക്കാൻ കഴിയില്ല, അവന് വർഗീയവാദിയാകാൻ കഴിയില്ല, അവൻ ഒരിക്കലും തന്നെ തെറ്റുകളിലേക്ക് കടന്നു പോവുകയില്ല. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു തത്വം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കും, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എടുത്താൽ എന്നാണ്. രണ്ടാമത്തതോ, ഈ കോടതികളൊക്കെ നിങ്ങൾ വെറുതെ വിട്ടാലും നാളെ പരലോകത്ത് ഒരു നരകമുണ്ട്. ആ നരകത്തിൽ നിങ്ങൾ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമുക്കറിയാം, ഫലസ്തീനിന്റെ മുകളിൽ ആയിരക്കണക്കിന് പിഞ്ചോമന പൈതങ്ങളാണ് മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും പറയുന്നു, ആ കുട്ടികളുടെ മുകളിൽ ബോംബിടുന്ന ആ കിരാതന്മാരെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അവരെ എത്ര തവണ നമുക്ക് ശിക്ഷിക്കാൻ പറ്റും? ഇസ്ലാമിന്റെ തത്വം എന്താണെന്നോ, അവരെത്ര പേരെ ചുട്ടരിച്ചിട്ടുണ്ടോ, എത്ര പേരിൽ ബോംബ് വർഷിക്കപ്പെട്ടിട്ടുണ്ടോ, അതിനനുസരിച്ച് തന്നെ ശിക്ഷ കൊടുക്കാൻ നാളെ പരലോകത്തൊരു നരകമുണ്ട് എന്നാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമഹ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്നഹ, നിങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നാളെ പരലോകത്താണ്. അങ്ങനെ ഒരു നാളുണ്ട്. ഈ 2 വിശ്വാസം മനുഷ്യനിൽ കടന്നു വന്നാൽ മനുഷ്യൻ ധർമ്മബോധമുള്ളവനാകും, നല്ലൊരു കുടുംബനാഥനാകും, നല്ല ഒരു ഭാര്യയാകും, നല്ല ഒരു ഭർത്താവാകും, നല്ല സന്താനങ്ങളാകും, നല്ല ഭരണാധികാരികളാകും. യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കോട്ടോപ്പാടത്തുള്ള നല്ലവരായ നാട്ടുകാരോട് സൂചിപ്പിക്കുവാനുള്ളത്, ഈ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ശരിക്ക് ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ആ രംഗത്ത് നമ്മൾ നിർവഹിക്കുന്ന ദൗത്യം പലപ്പോഴും പിഴച്ചു പോകുന്നില്ലേ എന്ന് ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ, ഈ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അള്ളാഹുവാണ് എന്നല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു കാര്യം. എന്നാൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഒരു മക്കാമിൽ കബറടക്കപ്പെട്ടിരിക്കുന്ന CM മടവൂർ എന്ന് പറയുന്ന ആ വ്യക്തിയാണത്രേ ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അറബിയിൽ അതിന് പറയുന്നത് മുദബ്ബിറുൽ ആലമാണ് അദ്ദേഹം എന്നാണ്. നഊദു ബില്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മാത്രമല്ല, ഈ ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ആ വിമാനങ്ങളെ വരെ പിടിച്ചു നിർത്തുവാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനുണ്ടെന്നാണ് പറയുന്നത്. എന്തിനധികം, ICUവിൽ മരണപ്പെട്ട രോഗിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് 2ാമത് ജീവൻ കൊടുക്കാൻ വരെ ഈ CM മടവൂരിന് സാധിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില്ലറക്കാരല്ല. ഇത് കേരളത്തിൽ വലിയ വിവാദമുണ്ടായി, ഒരുപാട് സ്ഥലത്ത് ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോൾ അതിന് മറുപടിയുമായി ഒരു വിഭാഗം ഇറങ്ങിയിരിക്കുകയാണ്. അവർ പറയുന്നത് എന്താ, ആ മുദബ്ബിറുൽ ആലം അത് CM മടവൂര് തന്നെയാണ് എന്നാണ്.
സഹോദരങ്ങളെ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന ആ കൊച്ചു സൂക്തം അറിയാത്തവരായിട്ട് ആരാണുള്ളത്? ആ അള്ളാഹുവാണ് ഈ ലോകം മുഴുവൻ പടച്ചു പരിപാലിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആ മുസ്ലിമീങ്ങളുടെ അടുക്കലേക്കാണ് ഇത് മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മരണപ്പെട്ടു പോയ വ്യക്തിയാണെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഈ ഇസ്ലാമിൽ വെള്ളം ചേർക്കുന്നത്, ഈ തൗഹീദിൽ വെള്ളം ചേർക്കുന്നത് ആരാണെന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. ഇതൊരു വിരോധത്തിന്റെ ഭാഗമല്ല. ഇത് നമ്മൾ ആലോചിക്കുവാനും ചിന്തിക്കുവാനും വേണ്ടി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം മാത്രമാണ്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് സമുദായത്തിൽ തന്നെ തിരുത്തേണ്ട ഒരുപാട് കാര്യം. ഒരു റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. എല്ലാ അറബി മാസങ്ങളിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്. എല്ലാ 13, 14, 15 തീയതികളിൽ അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്. അത് സുന്നത്ത് നോമ്പുകളാണ്. അതിന് പുറമെ മുഹറം 9, 10 നോമ്പുണ്ട്. അതുപോലെ തന്നെ അറഫ നോമ്പുണ്ട്. അങ്ങനെ ഒട്ടനവധി സുന്നത്ത് നോമ്പുകളുണ്ട്. ആ നോമ്പുകൾ എടുക്കണം, അതിന് വലിയ പ്രതിഫലമാണ്. പക്ഷേ ആ നോമ്പിനോടൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ പോലും ഈ റജബ് മാസം വന്നാൽ ഒരു പ്രത്യേകമായ ഒരു മിഅ്റാജ് നോമ്പിന് വേണ്ടി ആളുകൾ ഒടുത്തൊരുങ്ങാറുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു നോമ്പ് എവിടെയെങ്കിലും പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത് ചെയ്താൽ കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ പുതുനിർമ്മിതികളും വഴികേടാണ്, ആ വഴികേട് നരകത്തിലേക്കാണ് എത്തിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളതുപോലെ ചെയ്യുന്നതിനാണ് ദീൻ എന്ന് പറയുക. ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാത്മപരിശോധന നമ്മൾ നടത്തണം. ആ അള്ളാഹുവിനെ കുറിച്ച് നടക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന് വിള്ളൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഗവർണർ എന്തൊക്കെയോ നാടകീയമായ രംഗങ്ങൾ കാണിച്ചിരിക്കുന്നു. കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സമരമുണ്ടായി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത രീതിയിൽ ഗവർണർ പുറത്തിറങ്ങി പ്രതിഷേധിച്ച് അവസാനം കേന്ദ്രത്തിലേക്ക് ബന്ധപ്പെട്ട് അവിടെ നിന്ന് കേന്ദ്രത്തിൻ്റെ ഒത്താശയോടുകൂടി, കേന്ദ്ര സേനയുടെ പിൻബലത്തോടുകൂടി, അംഗരക്ഷതത്തോടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ അടിമുടിയില്ലാതെയാക്കുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച പരിശ്രമങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭരണഘടനയുടെ മൂല്യങ്ങളെ കണ്ണാടിയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ, പ്രായോഗികമായി കാണാൻ കഴിയുന്നില്ല. 142 എംപിമാരെ പുറത്തു നിർത്തിക്കൊണ്ടാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട അതിൻ്റെ CRP എന്ന് പറയുന്ന ആ ഒരു നിയമ സംഹിതയെ മാറ്റിമറിച്ചത്, പുതിയ ബില്ല് പാസാക്കിയത് എന്ന് നമ്മൾ കണ്ടു. പാർലമെന്റ് പുതിയതാക്കി കെട്ടിടം നന്നാക്കി എന്നല്ലാതെ അതിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇന്ന് ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതെന്താ? ഒരു സംസ്ഥാനത്ത് സെക്യുലറിസം, രാജ്യത്ത് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ പൗരന്മാർക്ക് മതമുണ്ടാകാം, ഗവൺമെന്റിന് മതം പാടില്ല എന്നതിൻ്റെ പേരാണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്ന് നേരെ തലതിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് പൗരന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കാനും ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും അത് പരിരക്ഷിക്കുവാനും കഴിയാത്ത ഒരു സാഹചര്യം, അത് പൊളിച്ചു കളയുന്ന സാഹചര്യം, ആ പൊളിച്ചത് ആഘോഷിക്കുന്ന സാഹചര്യം. എന്നാൽ ഗവൺമെന്റിന് ഒരു പ്രത്യേക മതം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വിധി വൈപരീതത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മതേതര രാജ്യം ഒരു മതരാജ്യമായി പരിവർത്തിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ 2024 ആ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വരുമ്പോൾ ഇവിടെയുള്ള മതനിരപേക്ഷ കക്ഷികൾ ചേർന്ന് നിൽക്കുന്നുകൊണ്ട് ആ ഒരു വിഷയത്തിന് എതിരിൽ ഒരു മതനിരപേക്ഷ സർക്കാർ ഇവിടെ വരാൻ വേണ്ടി ഇവിടെ സുന്നിയെന്നോ മുജാഹിദെന്നോ ജമാഅത്തെന്നോ മറ്റു മുസ്ലിം കക്ഷികളെന്നോ വ്യത്യാസമില്ലാതെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണ് നമ്മുടെ രാജ്യം നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത്. ആ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. 2 കാര്യമാണ്, 2 പരിഹാരമാണ് ഇതിനുള്ളത്. ഒന്ന്, നമുക്ക് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇതിന് നമുക്ക് രക്ഷ കിട്ടണം, സമാധാനം കിട്ടണം, നമുക്കതിന് സഹായം കിട്ടണം. ആരെയാണ് അള്ളാഹു സഹായിക്കുക?
ഇസ്ലാമികമായ മൂല്യങ്ങൾ കാത്തു രക്ഷിക്കുന്നവരെ മാത്രമേ അള്ളാഹു സഹായിക്കുകയുള്ളൂ. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാരെന്നാണ്. ന്യൂനപക്ഷം ഇസ്ലാമിന്റെ കീഴിൽ ഒരു പ്രശ്നമേയല്ല, ന്യൂനതയുള്ള പക്ഷമാണ് ഇസ്ലാമിൽ പ്രശ്നം. ആ വാക്ക് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ന്യൂനപക്ഷം പ്രശ്നമല്ല. കമ്മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅത്തൻ കസീറ, എത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ അതിജീവിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ബദറിൽ മുസ്ലിമീങ്ങൾ 300 ചില്ലാനമായിരുന്നു. അവിടെ ആയിരക്കണക്കിന് ആളുകൾ മുശ്രിക്കീങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നു. വിജയം കിട്ടിയത് നമുക്കറിയാം അവിടെ മുസ്ലിമീങ്ങൾക്കായിരുന്നു. എന്നാൽ ഉഹദിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അപ്പൊ എണ്ണക്കൂടുതലല്ല പ്രശ്നം, ഉള്ള ആളുകൾ ഐഡന്റിറ്റി ഉള്ളവരാവുക, വിശ്വാസമുള്ളവരാവുക. അതിനുവേണ്ടിയാണ് മുസ്ലിം സമൂഹത്തിൽ തന്നെ വരുന്ന പുഴുക്കുത്തുകൾ, വിശ്വാസപരമായ പുഴുക്കുത്തുകൾ, ആചാരപരമായ പുഴുക്കുത്തുകൾ, വിവാഹരംഗത്തെ ആഡംബരങ്ങൾ, അതുപോലെ തന്നെ പണം ചെലവഴിക്കുന്നതിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇല്ലാതെയാക്കാൻ മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഉത്ബോധനങ്ങൾ നടക്കണം. അതിനുവേണ്ടിയാണ് ഈ ചർച്ച ഇവിടെ വെക്കുന്നത്, ഈ കാര്യങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നടക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിഷയത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു മെയ്യായി പോരാടുകയും ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.